ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, ദിനോസറുകൾക്ക് ഒരിക്കലും വംശനാശം സംഭവിച്ചില്ലായിരുന്നെങ്കിലോ? വാട്ട് ഇഫ് സീരീസിലേക്ക് സ്വാഗതം. ദിനോസറുകൾ നിലനിന്നിരുന്നെങ്കിൽ ഭൂമി കൂടുതൽ വന്യവും പച്ചപ്പുള്ളതുമായി മാറിയേനെ. കൂറ്റൻ മരങ്ങളും ഇടതൂർന്ന കാടുകളും നിറഞ്ഞൊരു ലോകം. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. നമ്മുടെ നഗരങ്ങൾ കോട്ടകളായി മാറും. ദിനോസറുകളെ ഒഴിവാക്കാൻ ആർമേഡ് വെഹിക്കിൾസും പുതിയ വിമാനങ്ങളും നമ്മൾ കണ്ടെത്തും. കൃഷിരീതിയും ജീവിത രീതിയും പൂർണ്ണമായും മാറും. ഓരോ ദിവസവും അതിജീവനത്തിനായുള്ള ഒരു പോരാട്ടമായിരിക്കും. മനുഷ്യരും ദിനോസറുകളും തമ്മിലുള്ള ബന്ധം സങ്കീർണമായിരിക്കും. വേട്ടക്കാരായ ദിനോസറുകൾ എപ്പോഴും ഭീഷണിയാകും. ഈ സഹവർത്തിത്വം സമാധാനപരമാകുമോ അതോ യുദ്ധത്തിലേക്ക് നയിക്കുമോ? ഈ ഭീമന്മാർ ഇനി ഈ ലോകത്ത് വാഴുന്നില്ല. ഒരു പക്ഷേ. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നമ്മുടെ ഭൂമി വിട്ട് നമ്മൾ ബഹിരാകാശത്താണ് ജീവിച്ചിരുന്നെങ്കിലെന്ന്. വാട്ട് ഇഫ് സീരീസിലേക്ക് സ്വാഗതം. വീടുകൾ, പൂന്തോട്ടങ്ങൾ എന്നിവ നിലനിർത്താൻ കൃത്രിമ ഗുരുത്വാകർഷണം വേണ്ടിവരും. വെള്ളം, വായു എന്നിവ അതിജീവനത്തിനായി പുനരുപയോഗിക്കേണ്ടി വരും. ഭൂമിയുടെ വിദൂര കാഴ്ചയോടുള്ള പുതിയ ജീവിതം. എന്നാൽ ഒറ്റപ്പെടൽ, റേഡിയേഷൻ, ലിമിറ്റഡ് റിസോഴ്സസ് എന്നിവ വലിയ വെല്ലുവിളികളാണ്. എങ്കിലും സാങ്കേതിക വിദ്യയും മനുഷ്യന്റെ മനക്കരുത്തും നമ്മളെ മുന്നോട്ട് നയിക്കും. ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുത്തും. ബഹിരാകാശത്ത് ജനിക്കുന്നവർക്ക് പുതിയൊരു കാഴ്ചപ്പാടുണ്ടാകും. പുതിയ കലാരൂപങ്ങളും സംസ്കാരങ്ങളും രൂപപ്പെടും. മനുഷ്യരാശി നക്ഷത്രങ്ങളിലേക്ക് വളരും. ഭൂമി നമ്മുടെ തുടക്കം മാത്രമാകും. ഇന്നത്തെ ടെക്നോളജിയുടെ വളർച്ച വെച്ചിട്ട് ബഹിരാകാശത്ത് ഒരു സ്പേസ് കോളനി നിർമ്മിക്കുന്നത് അധികം ദൂരെയല്ല. എങ്കിലും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഒരു നിമിഷം കൊണ്ട് ഭൂമിയിലെ കടലെല്ലാം വറ്റിപ്പോയാലോ എന്ന്. വാട്ട് ഇഫ് സീരീസിലേക്ക് സ്വാഗതം. മത്സ്യങ്ങളും സമുദ്രജീവികളും തൽക്ഷണം മരിക്കും. തീരദേശങ്ങളിൽ ഭീമൻ പൊടിക്കാറ്റുകൾ ആഞ്ഞുവീശും. നദികളും തടാകങ്ങളും വറ്റിവരലും. കാലാവസ്ഥ താളം തെറ്റും. ശുദ്ധജലത്തിനായുള്ള പോരാട്ടം തുടങ്ങും. പുതിയ ഭൂപ്രദേശങ്ങൾ രൂപപ്പെടും. അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകും. മനുഷ്യന്റെ അതിജീവനത്തിനായി പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടി വരും. നഷ്ടപ്പെട്ട ഈ കടലുകൾ പുതിയ വെല്ലുവിളികൾ മാത്രമല്ല, പുതിയ അവസരങ്ങളും നൽകും. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞുകിടക്കുന്ന പുതിയ ധാതുക്കളും ഊർജ്ജ സ്രോതസ്സുകളും കണ്ടെത്തും. ശുദ്ധവായുവും ജലവും വലിയ തർക്കങ്ങൾക്ക് കാരണമാകും. മനുഷ്യന്റെ നിലനിൽപ്പ് ഈ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, വെറും 5 മിനിറ്റ് നേരത്തേക്ക് ഭൂമിയിലെ ഓക്സിജൻ മുഴുവൻ അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും? വാട്ട് ഇഫ് സീരീസിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്വസിക്കാനായി ബുദ്ധിമുട്ടും. ഇയർ ഡ്രംസ് എക്സ്പ്ലോഡ് ചെയ്യും. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പൊടിഞ്ഞു പോകും. കടലുകളും തടാകങ്ങളും തിളച്ച ആവിയായി മാറും. ഓസോൺ പാളി ഇല്ലാതാവുന്നതോടെ സൂര്യന്റെ ഡേഞ്ചറസ് ആയ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ഭൂമിയിലെത്തും. ഓക്സിജൻ തിരികെ എത്തുമ്പോൾ അണഞ്ഞുപോയ തീച്ചോലകൾ വീണ്ടും ആളിപ്പടരും. ആളുകൾക്ക് ശ്വാസം തിരിച്ചു കിട്ടും. പക്ഷേ ചുറ്റും സർവനാശമായിരിക്കും. കെട്ടിടങ്ങൾ തകർന്നു, വെള്ളം വറ്റി, ലോകം ഒരു യുദ്ധക്കളം പോലെയാകും. അതിജീവിച്ചവർക്ക് പുതിയൊരു ലോകത്ത് നേരിടേണ്ടി വരും. ഒപ്പം വലിയ മാനസിക ആഘാതങ്ങളും. വെറും 5 മിനിറ്റ് നമ്മുടെ നിലനിൽപ്പ് എത്ര ദുർബലമാണെന്ന് ഈ നിമിഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും എത്ര വിലപ്പെട്ടതാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ബുദ്ധിശാലികളെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, മനുഷ്യന് പകരം മൃഗങ്ങൾ ഈ ലോകം ഭരിച്ചിരുന്നെങ്കിലോ? നമ്മുടെ ഭരണം അവസാനിച്ചാൽ എന്ത് സംഭവിക്കും? വാട്ട് ഇഫ് സീരീസിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മൃഗങ്ങൾക്ക് ഒരു പുതിയ തരം ബുദ്ധിശക്തിയും സംഘടനാശേഷിയും ലഭിച്ചു. വലിയ മൃഗങ്ങൾ പെട്ടെന്ന് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി. നഗരങ്ങൾ കാടുകളായി മാറി. വാഹനങ്ങൾ തുരുമ്പിച്ചു. നായ്കൾ ക്രമസമാധാനം പാലിച്ചു. പൂച്ചകൾ രഹസ്യം നിരീക്ഷിച്ചു. പക്ഷികൾ സന്ദേശങ്ങൾ കൈമാറി. ആനകൾ കൃഷിക്ക് നേതൃത്വം നൽകി. ഓരോ ജീവിവർഗവും അവരവരുടെ ശക്തിക്കനുസരിച്ച് ഒരു പുതിയ സാമൂഹിക ക്രമം സ്ഥാപിച്ചു. ഇനി ഭൂമിയെ ഭരിക്കുന്നത് സഹജാവബോധവും പ്രകൃതി നിയമങ്ങളുമായിരിക്കും. മനുഷ്യർ എന്ത് ചെയ്യും? ഒരുപക്ഷെ നമ്മൾ മൃഗങ്ങളുടെ വളർത്തുമൃഗങ്ങളോ സഹായികളോ ആയി മാറിയിരിക്കാം. മൃഗങ്ങൾക്ക് ഭക്ഷണം കണ്ടെത്തുവാൻ സഹായിക്കുക, അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥ വൃത്തിയാക്കാൻ സഹായിക്കുക എന്നീ ജോലികളിൽ ഏർപ്പെടാം. അതിജീവനത്തിനായി മൃഗങ്ങളുമായി സഹകരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിച്ചിരിക്കും. അന്തരീക്ഷം ശുദ്ധമാകും. നദികൾക്ക് വീണ്ടും ജീവൻ വയ്ക്കും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇല്ലാതാവും. മൃഗങ്ങൾ സ്വാഭാവിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഭൂമി വീണ്ടും അതിന്റെ സന്തുലിതാവസ്ഥയിലേക്ക് തിരിച്ചെത്തും. മനുഷ്യന്റെ അഹങ്കാരമില്ലാത്തൊരു ലോകം. ഇമാജിനേഷൻ ആണെങ്കിലും ഇത് ഭൂമിക്ക് ഒരു പുതിയ പാഠം നൽകുന്നു. ഈ വിസ്മയകരമായ ലോകത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാട്ട് ഇഫ് സീരീസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.